ഇപ്പം നമ്മൾ നിൽക്കുന്ന അടിമാലിയിൽ നിന്ന് അടിമാലിയിൽ നിന്ന് കുറച്ച് ഒരു 10-15 മിനിറ്റ് നേര്യമംഗലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പാർക്കുണ്ട്, ഫ്ലോറ ഫ്യൂന എന്നൊരു പാർക്കാണ്. അപ്പോൾ എന്താ അത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവിടെ വന്ന്. അതെ, ഫ്ലോറ ഫ്യൂന എന്ന പാർക്കുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ പക്ഷിമൃഗാദിയും, മത്സ്യം, പാമ്പ്, പിന്നെ ഒട്ടകപ്പക്ഷി, പിന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് കാണാൻ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഇവിടെ നമുക്ക് ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഫീസ് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ളത് ആ ബഡ്ജറ്റിൽ നമുക്കിവിടെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കാണാം. നമ്മളിപ്പോൾ കയറി നിൽക്കുന്ന ഒരു ഏറുമാടം എന്ന് പറയാം. ഏറുമാടം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന, മരത്തിൻ്റെ പോലെ ഉണ്ടാക്കിയല്ല, ടെമ്പററി ഇരുമ്പിന് മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. അതിന് നടന്ന് കാണാം, അവിടെ പോയി ഇരിക്കാം. ഇവിടെ നിന്ന് നമുക്ക് കൊച്ചി മധുര ദേശീയപാതയുടെ തൊട്ടടുത്ത് തന്നെയാണ്. 10-ാം മൈലിനടുത്താണ്. സ്ഥലം 10-ാം മൈലാണ്. അപ്പോൾ നേര്യമംഗലത്ത് നിന്ന് വരെ 10-ാം മൈൽ കഴിഞ്ഞ് തൊട്ടടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാം നമുക്ക് പാർക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കയറി അതിലിറങ്ങി പോകാം കേട്ടോ. പിന്നെ കുതിര സഫാരി ഉണ്ട്. ടോട്ടൽ ഇതിനെല്ലാം കൂടി ഇൻക്ലൂഡ് തോന്നുന്നു. വേറെ എക്സ്ട്രാ ഫീസൊന്നും അകത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് കാമ്പിനെയൊക്കെ എടുക്കാൻ പറ്റും. അവരതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതൊക്കെ ഇതിന് വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. അതിന് ചെറിയൊരു പേടിയൊക്കെ ഉള്ളവരുടെ പേടി മാറ്റി തരും കേട്ടോ ചേട്ടൻ. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം തടിയിൽ തന്നെ ഉണ്ടാക്കിയാണ്. ഇരുമ്പ് ഫ്രെയിമും തടിയും മാത്രമാണ് കേട്ടോ ഇതിൽ ചെയ്തേക്കുന്നവർ. വെളുത്ത് വെള്ളം തെറിച്ചെന്ന്. ചെറിയണ തൊട്ടേടാ, വെള്ളത്തിൽ കൈയിട്ടെ, വെള്ളത്തിൽ കൈയിടാ. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു ഇൻട്രോ പറഞ്ഞു നമ്മൾ വന്നിരുന്ന സ്ഥലം ഏതാണെന്നും എവിടെയാണെന്നൊക്കെ തന്നെ. വന്നിരിക്കുന്ന സ്ഥലം ഫ്ലോറ ആൻഡ് ഫൗന. ഇത് 10-ാം മൈൽ അടുത്തൊരു സ്ഥലമാണ് കേട്ടോ. പാർക്കാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അവരുടെ ചെറിയ ഒരു സന്തോഷകരമായ സമയം ആനന്ദകരമാക്കാൻ ഇവിടെ നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ പക്ഷികൾ തൊട്ട് മൃഗങ്ങൾ, പശു, മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മൃഗങ്ങളൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് പേടികളൊന്നും ഇല്ലാത്ത ഇവിടെയുള്ള ചെറിയ തത്തകളുടെ പലതരം വെറൈറ്റീസാണുള്ളത്. അതുപോലെ തന്നെ കോഴികളുടെ വെറൈറ്റീസ് ഉണ്ട്, ഒട്ടകപ്പക്ഷി, അങ്ങനെ നിരവധി പക്ഷി മൃഗാദികൾ ചേർന്ന ഒരു ചെറിയൊരു പാർക്കാണ്. ആരും ഇഷ്ടപ്പെട്ടു പോകും. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പക്ഷി വന്ന് നമുക്ക് തീറ്റ കൊടുക്കാനൊക്കെ നമുക്കൊരു ചെറിയൊരു താല്പര്യമില്ല. ആർക്കും പേടിയൊന്നും തോന്നത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷേ കണ്ടോ, നമ്മുടെ കൊച്ചാരന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അവൻ ഇച്ചിരി പേടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ കൈ തീറ്റ കൊണ്ട് വെക്കുവാണെങ്കിൽ കൈ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത് അവർക്ക് ഫീഡിങ് ഇവിടുത്തെ സ്റ്റാഫുകൾ കൊടുക്കുന്നതാണ് കേട്ടോ.
ഈ വലിയ തത്തകളൊന്നും നമ്മുടെ അടുത്ത് വന്നിരിക്കില്ല. ചെറിയ കിളികളൊക്കെ തത്ത, അതിൻ്റെ പേരെന്താണെന്ന് നമുക്കെന്നറിയത്തില്ല, എങ്കിലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൈ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോഴും വന്നിരുന്ന് കൊത്തിയിരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, മനസ്സിന് സന്തോഷം. നമ്മുടെ കൈ വന്നിരുന്ന് കഴിച്ചു. ഇവിടെ വിവിധയിനം കോഴികളുണ്ട്. അതൊക്കെ കൂട്ടിനകത്തിരുന്ന് അടച്ചിട്ടാണ് അവർ വളർത്തുന്നത് കേട്ടോ. ഇതിന് നമുക്ക് ഫീഡിങ് കൊടുക്കാൻ അവരും തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഏറ്റവും തീറ്റ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അവർ തരാത്തത്. വിവിധയിനം അവർക്ക് പ്രത്യേകം ഫുഡൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോവുക. തുറക്കുന്ന ഇച്ചിരി ലെങ്തി വീഡിയോ കേട്ടോ, കാരണം അതിന് മാത്രം കാണിക്കാനും ഉണ്ട്. ഒന്നും തന്നെ കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല. മാക്സിമം ഒരു അരമണിക്കൂർ അടുത്ത് ഉണ്ടായിരുന്നു. 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി. അത് എല്ലാവരും കൂട്ടിനകത്ത് കേട്ടോ ആ തത്തകളെയൊക്കെ വളർത്തുന്നത്. ഇത് ഒട്ടക പക്ഷി 2 എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇത് വരുന്നത് യമു ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഓരോ പക്ഷികളുടെ പേരും അവരെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിത്രവും കൊടുത്തിട്ടുണ്ട്. പക്ഷിയുടെ പേരെന്താണോ അത് കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ഓരോ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അടിമാലി 10-ാം മൈലിനടുത്ത് ഫ്ലോറ ഫീന എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്. ബേഡ്സ് അങ്ങനെയുള്ള ചെറിയ ഫാം ടൂറിസം പോലത്തെ സംഭവമാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന ഇവരുടെ ഈ ഫ്രൂട്ട്സ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നേരെ പോകണമെങ്കിൽ ഈ സ്പ്ലിങ്ങർ വെച്ചിട്ട് ഇവരെ മിസ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. വെള്ളമാണ്, അങ്ങനെ ഒരു മിസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. വലിയ നമ്മൾ ദേഹത്തേക്ക് വെള്ളമൊന്നുമില്ല, ചെറിയൊരു മഞ്ഞിലൂടെ പോകുമ്പോൾ ഒരു സംഭവം. ഇത് ഫ്രൂട്ട് സെക്ഷൻ ആട്ടോ ഇവരുടെ. അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്. പേരക്കയുണ്ട്, മാങ്ങയുണ്ട്, വിവിധ തരത്തിലുള്ള പേരക്ക പഴങ്ങളുണ്ട്, മാങ്ങയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. അങ്ങനെ നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന എല്ലാ തരം നമ്മൾ കാണാത്ത ഫ്രൂട്ട്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് വെറൈറ്റീസ് ആണ്. ഓരോരോ ഫ്രൂട്ട്സും വെറൈറ്റിയാണ്, ഡിഫറെൻറ്റ്. അതായത് പേരക്ക പലവിധം പേരക്കയാണ്. ഫ്രൂട്ട്സാണ് കാണുന്നത്. പപ്പായ ഉണ്ട്, ബ്ലാക്ക് ലേഡി എന്ന് പറഞ്ഞ പപ്പായ ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്. ഇതെന്താ ഇതിന്റെ പേരറിയില്ല, എഴുതിയിട്ടുണ്ടോ? പേരക്കാട്ടോ ഇഷ്ടം പോലെ. പേരത്തിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ മത്തങ്ങ, മത്തങ്ങ അതേണ്ട മത്തങ്ങ അങ്ങ് താഴെടാ, അവിടെ ഉണ്ട് നാരങ്ങ, ഓറഞ്ച്, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് മാത്രമല്ല മരങ്ങളും ഉണ്ട്. ഓറഞ്ചാണ്, ഓറഞ്ച്. പക്ഷെ ഇതൊന്നും നമുക്ക് പറിക്കാനോ തൊടുവാനുള്ള അനുമതിയില്ല. പറിക്കരുത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഫ്രൂട്ട് സെക്ഷനിൽ കയറിയാൽ നമുക്ക് ഇവിടെ ഈ പഴങ്ങളും കാര്യങ്ങളും ഒന്നും പറിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് പക്ഷികളെയൊക്കെ തൊടാനൊക്കെ അവർ അനുവദിക്കും, തീറ്റ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഫ്രൂട്ട്സ് നമുക്ക് വർഷത്തിലൊരിക്കലൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ വരുന്ന കാഴ്ചക്കാർക്ക് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആയിരിക്കും അവരിങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ പറിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് CCTVയിലൂടെ അവർക്ക് കാണാനൊക്കെ പറ്റും, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ CCTV സെക്യൂർഡ് ആണ്. അപ്പോൾ ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടു പോകേണ്ടതെന്ന് ഇവിടെ ആരോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വഴിക്ക് പോകാൻ നമ്മൾ ഫുള്ള് നമുക്ക് കാണാനോ പറ്റും കേട്ടോ. പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ, കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് കാണാൻ പോകണമെന്ന് മറ്റേ സ്ട്രോബെറി അല്ല, ബ്ലാക്ക്ബെറി, അങ്ങനെ ചെറുപ്പഴത്തിൻ്റെയൊക്കെ ഒരു വെറൈറ്റീസ് ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നിരവധി വെറൈറ്റീസ് ഉണ്ട്. ബ്ലാക്ക്, പിങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ കളർ പറഞ്ഞിട്ട് ചെറുപ്പഴത്തിൻ്റെ വെറൈറ്റീസ് ആണ് കാണുന്നത് കേട്ടോ. അപ്പം അതിങ്ങനെ കുറേ ഉണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോവാണേ. പർപ്പിൾ, അത് പേരക്ക പുളിപ്പേരക്കല്ല, ആ പേരക്കല്ല. ഇത് സ്ട്രോബെറീസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ മൃഗങ്ങളുടെ സെക്ഷനിലേക്കാട്ടോ വരുന്നത്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും മടിയനായ
ഏറ്റവും കൂടുതൽ 22 മണിക്കൂർ ഒരു ദിവസം കിടന്നുറങ്ങുന്ന ജീവിയാണ് ഇപ്പം നമ്മൾ കണ്ടത് കേട്ടോ. അതിൽ ഒരുത്തൻ കിടന്നുറങ്ങുക, ഒരുത്തൻ ആക്റ്റീവാണ്. അത് 2 മണിക്കൂർ എങ്ങാണ്ട് കിടന്നുറങ്ങുള്ളൂ എന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. പിന്നെ ഈ എലികള് അങ്ങനെ അതുണ്ട്, വിവിധയിനം വെറൈറ്റീസ് ആയിട്ടുള്ള എലികളൊക്കെയാണ് ഇത് രണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ പേര് ഫേറ്റ് അങ്ങനെയാണ്ട പറഞ്ഞ്. മുയല്, വിവിധയിനം പല രീതിയിലുള്ള മുയലുകളുണ്ട്. അതിനൊന്നും നമുക്ക് എടുത്തു തന്നില്ല കേട്ടോ. നമുക്ക് പാമ്പിനെയൊക്കെ എടുത്തു തന്നു. പാമ്പുമുണ്ട്, വിഷമൊന്നും ഇല്ലാത്ത പാമ്പാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ആ ചേട്ടൻ വിശദമായിട്ട് പറയുന്നൊരു വീഡിയോ ഉടനെ നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ അത് രണ്ടാമതൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. ഈ കാണുന്ന എല്ലാത്തിലും ഒന്നും എലികളില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറക്കുന്ന അണ്ണാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും കാരണം എന്നാണ്. ഇതുണ്ടോ, പാമ്പ് പടം പൊളിക്കുന്നതാണ്. അപ്പോൾ അത് ഇപ്പം തൊടാനും ഒന്നും പറ്റില്ല. കാരണം വിനോദ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ. എന്താ ഇവൻ നല്ല ഉറക്കം കേട്ടോ. ഞങ്ങളുടെ തൊട്ടിയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് പോലും ഇവൻ അറിഞ്ഞില്ല, ഇങ്ങനെ ഇരിക്കുക. എന്താ ഇവനാണ് ഇവളാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ മറ്റൊരു ദിവസം ചെയ്യാവേ. ഞാൻ ട്രിവാൻഡ്രത്തല്ല വർക്ക് ചെയ്തത്, ഞാൻ പുറത്താണ് വർക്ക് ചെയ്തത്. പുറത്ത് ഗുജറാത്തിലായിരുന്നു. പറ്റി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ഏത് വേണമെങ്കിലും ചോദിച്ചു. സ്നേക്സിന് എന്താ ആൾക്കാർക്ക് ഇത്ര പേടി കാരണം? നമ്മുടെ ഫിലിംസ് തന്നെ ആയിരിക്കാം. നമ്മൾ അൺവാണ്ടഡ് മൂവീസ്, സ്ലൈമി, സ്ലിത്തറി, ഓയിലി റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ചിന്തയുണ്ടല്ലോ. ഇതിന് ഓടി വന്ന് കടിക്കും, ഓടി വന്ന് വിഴുങ്ങും, അങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ. നമുക്ക് അത് നമ്മൾ പഠിച്ച് നമ്മുടെ മനസ്സിൽ ഇരുന്ന് പോയി. മലയാളിക്ക് സ്പെഷ്യലി ഒരു സാധനമുണ്ട്. ഒരു സാധനം മനസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ മഹാ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പരിധി വരെ ഓക്കെയാണ്. അറൗണ്ട് 8 years. ഹെർപ്പറ്റോളജിയാണ് സ്നേക്സിന്റെ ഡിപ്പാർട്ട്മെന്റ്. സ്നേക്സിനെ പറ്റി പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി സ്നേക്സ്. ഞാനിവിടെ സ്നേക്കിനെ എടുത്ത് എല്ലാവരും കാണിച്ചുള്ളവരുണ്ട്. പുറത്ത് പോയിട്ട് സ്നേക്കിനെ ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുന്നത്. അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്കൊരു പാമ്പിന്റെ വെനം കംപ്ലീറ്റ് എടുത്ത് കളയാൻ പറ്റത്തില്ല. പിന്നെ ചില ചോദിക്കേണ്ട പല്ലെടുത്ത് കളഞ്ഞിട്ടുണ്ടോ ചോദിക്കും. എടുത്ത് ചെയ്യാൻ പാടില്ല. പാമ്പ് ചത്തുപോകും. ഡ്യൂ ടൈം പാമ്പ് ചത്തുപോകും. കാരണം നമ്മുടെ പല്ല് മൊത്തം അടിച്ചു പൊളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഡ്യൂ ടൈം നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവില്ല ബോഡിക്ക്. അത് പക്ഷേ പാമ്പിന് ഇവർക്ക് വിഷമില്ല. വൈറ്റൻസ് ആണ്. വൈറ്റൻസ് ഇതിപ്പോൾ വിനോദ് എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് പാമ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. അപ്പോൾ ആ ഒരു എൻ്റെ ബാക്കി ഭാഗമുണ്ട്. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു അതിന് കോപ്പിറൈറ്റ് എന്തോ വരാൻ കിട്ടും. കോപ്പിറൈറ്റ് വന്നാൽ ഞാൻ അത് ഓഫ് ചെയ്തിട്ടാണെങ്കിലും ഞാനത് അടുത്ത പാർട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അതിപ്പോൾ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടാത്തത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് ഇപ്പോൾ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാനത് ഇപ്പം നിലവിൽ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയൊരു ഏർമാടം പോലെ അവർ ഇരുമ്പ് ഫ്രെയിമിൽ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മണ്ടയിലേക്ക് മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഇൻട്രോയും കാര്യങ്ങളും നിന്ന് എടുത്തത് ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ടാണ്, താഴെ വെച്ചിട്ട് എടുത്തായിരുന്നു. അപ്പോൾ ബെറ്റർ അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലം വന്നപ്പോൾ ഞാനൊരു ഇൻട്രോ എടുത്താണ്. അപ്പോൾ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ റോഡും കാര്യങ്ങളും പാർക്കും മൊത്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ വന്ന സൺഡേ ആണ്, ഈവനിങ് ആണ്.
നമ്മള് ചെറിയ കച്ചേരി കണ്ടില്ല Don't touch me. ഇവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവരുടെ വാട്സാപ്പ് നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ഞാൻ ലൊക്കേഷനും കറണ്ട് ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോകണമെന്ന് താല്പര്യമുള്ളവരും 10-ാം മൈൽ വാളറയ്ക്കടുത്താണ്. വാളറ കഴിഞ്ഞിട്ടാണ് 10-ാം മൈൽ. 10-ാം മൈൽ ചെന്നിട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു വലിയ അത്യാവശ്യം റോഡ് സൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലൊക്കേഷൻ നോക്കി പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മൾ ഇത് പെറ്റിനെയൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ വെച്ച് തന്നെ തുടരരുത്, അവർ തന്നെ വെച്ച് തന്നെ പറന്ന് വന്ന് നമ്മുടെ ദേഹത്തിരിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളൊരു 1 hour മുകളിൽ സ്പെൻഡ് ചെയ്തു ഇവിടെ തന്നെ. അപ്പോൾ ചെറിയൊരു ചായയൊക്കെ ഇവിടെ കുടിക്കാൻ കിട്ടും. അതിന് നമ്മൾ 12 രൂപയ്ക്ക് ഒരു ചായയൊക്കെ. അപ്പം ചായയും ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളിവിടെ നിന്ന് നേരെ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. ചെറിയൊരു ഇക്കിളിപ്പെടുത്തുക അതായിട്ടോ കണ്ണൊക്കെ അടയ്ക്കുന്നത്. ഈ പക്ഷികളില്ലേ നമ്മൾ കൊത്തി നക്കുക നമ്മളുടെ ദേഹത്തോട്ടോ, വേറെ ഒന്നും ചെയ്യുന്നതല്ല, കൊത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കെന്തോ അലോസരപ്പെടുത്തുന്ന ഒരു ഇത് വരും ചിലവർക്ക്. ഈ നമ്മുടെ ദേഹത്ത് പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ദേഹത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ നഖം നമ്മുടെ ദേഹത്ത് ചെറുതായിട്ട് കൊണ്ടുവരും. നമുക്ക് കടിക്കുന്നൊന്നുമില്ല, കടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വന്ന് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ദേഹത്തോട് കഴുത്തിനും തലയോടൊക്കെ മസാജ് ചെയ്യുന്നതൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് മസാജ് ചെയ്യുന്നതായിട്ട് എനിക്ക് ശരിക്കും ഇക്കിളിപ്പെടുത്തുന്ന രീതിയായിട്ടുണ്ട്. പിന്നെ ഇവരുടെ പുറത്തേക്ക് പോണത് ഇവരുടെ ഈ ഷോപ്പിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ നിരവധി കരകൗശല വസ്തുക്കൾ ചിരട്ട ഇതിലും തടിയിലും, പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ്, പിന്നെ അങ്ങനെയുള്ള ചിരട്ടയിലൊക്കെ തീർത്ത ചെറിയ ചെറിയ ചക്രങ്ങൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ നമ്മുടെ മുൻ തലമുറകൾ, അതുപോലത്തെ ചെറിയ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, തടി തീർത്തതും ചിരട്ട തീർത്തതുമായിട്ടുള്ളത്. പിന്നെ മറ്റ് ആക്സസറീസ് ഉണ്ട്, ഈ ലേഡികൾക്ക് വേണ്ട മറ്റേ കമ്മൽ അങ്ങനെയുള്ള സംഭവങ്ങളും, പിന്നെ കുട്ടികൾക്ക് കൊണ്ട് ടോയ്സ് ഉണ്ട്, പിന്നെ കളിപ്പാട്ടങ്ങൾ വേറെയും ധാരാളമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് താല്പര്യം അത്യാവശ്യം ഏകദേശം വില കൂടിയേക്കുന്ന കണ്ടെയ്നറിനൊക്കെ അത്യാവശ്യം ഒരു 220 രൂപ മുതൽ 100 രൂപയ്ക്ക് 75 ആ ഒരു റേറ്റ് വരുന്ന ഒരു വലിയ വിലയൊന്നും വരുന്നില്ല. അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയാണ് അത് നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ വെച്ച് നമ്മൾ വേറെ മൂന്നാറിൽ പോയി നോക്കുമ്പോൾ ആണെങ്കിലും വില വ്യത്യാസം വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതിന് പെട്ടിക്കൊക്കെ ചെറിയ പെട്ടിക്കൊക്കെ തന്നെ 120 രൂപയ്ക്ക് വില വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വിലയൊക്കെ നോക്കുള്ളൂ. സാധനങ്ങൾ മേടിച്ചില്ല, നമുക്ക് ഒന്നും മേടിക്കാൻ തോന്നിയില്ല. താല്പര്യമുള്ളവരോ മേടിക്കാം, വലിയ വിലയില്ല. അപ്പോൾ ഇത് ചെറിയൊരു വാട്ടർ ബോട്ടാണ്, അതിനൊക്കെ ഏകദേശം 100 രൂപ 120 രൂപ അടുത്ത വില അതിലെഴുതിയിട്ടുള്ളൂ. ഇനി MRP നമ്മുടെ അത് കുറവായിരിക്കും മിക്കവാറും മേടിക്കാൻ സാധ്യതയില്ല. MRP പൂർണ്ണമായിട്ടും ചില കടക്കാർ മേടിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളിത് കണ്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെയാണ്. പുറത്തുനിന്ന് വരുന്നവർ എന്തായാലും മേടിച്ചു പോകും. അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ കാഴ്ചകളും വിശേഷങ്ങളും തീർന്നു കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.